ഹലോ കൂട്ടുകാരെ. നമ്മുടെ ചില കുട്ടികളൊക്കെ അങ്ങനെ കടന്ന് മൂത്രം ഒഴിക്കാറുണ്ടല്ലേ. അപ്പം അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചിരുന്നു. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. പിന്നെ ഒരു 4-5 വയസ്സ് വരെ കുട്ടികൾ കിടന്ന് മൂത്രം ഒഴിക്കും അല്ലേ. കാരണം കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. കുഞ്ഞുങ്ങൾക്ക് പിന്നെ എണീറ്റ് പോകാനോ നമ്മളതൊന്നും പഠിപ്പിക്കാത്ത കാരണം അതുങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ട് അവർ പിന്നെ കിടന്ന് മൂത്രം ഒഴിക്കുന്ന സ്വഭാവമൊക്കെ അവർക്ക് ഉണ്ടാവും. അതിനുശേഷം കുട്ടികൾ വലുതായി സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി, ഫ്രണ്ട്സുമായിട്ട് കൂട്ടുകൂടാൻ തുടങ്ങി കഴിഞ്ഞിട്ടും അവൻ രാത്രിയിൽ കിടന്ന് മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കുക, ആ കുഞ്ഞിൻ്റെ ബ്ലാഡർ ചെറുതാണ്. അപ്പോൾ അതിനെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ പാല് കൊടുക്കും, വെള്ളം കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുടിക്കാനോ ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യില്ലേ. ചിലരൊക്കെ കുട്ടികളോട് മൂത്രം ഒഴിപ്പിക്കുക പോലും ചെയ്യാൻ പോയി കിടന്നെന്ന് പറയാറുണ്ട്. കുട്ടികൾ പോയി കിടക്കാറുണ്ട്. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. കുഞ്ഞുങ്ങൾ കിടക്കുന്നതിന് 1-2 മണിക്കൂർ മുമ്പെങ്കിലും ഇങ്ങനെ മൂത്രം ഒഴിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് 1-2 മണിക്കൂർ മുമ്പെങ്കിലും കുട്ടികൾക്ക് പിന്നെ വെള്ളമോ പാലോ ജ്യൂസോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുന്നത്, രാത്രി കൊടുക്കുന്നത് വെച്ചാൽ അത് കൊടുക്കുക. അതിനുശേഷം ഒരു 2 മണിക്കൂറോ കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ഉറങ്ങുന്നതെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവനെ ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ട് മൂത്രം ഒഴിപ്പിക്കുക. അവൻ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഫ്രീ ആയ ഒരു ബ്ലാഡറായിട്ടായിരിക്കും കുട്ടി കിടന്നുറങ്ങുന്നുണ്ടാവുക. പിന്നീട് നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് അവനൊന്ന് പതുക്കെ ഒന്ന് അനക്കി നോക്കുക. അനക്കി നോക്കിയിട്ട് അവൻ അനങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയിട്ട് മൂത്രം ഒഴിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ശീലിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ മൂത്രം ഒഴിക്കും. ഇതൊന്നുമില്ല, നമ്മളന്ന് അപ്പോൾ കൊണ്ടേ ഇട്ടു, പിന്നെ നേരം വെളുത്തിട്ട് നമ്മൾ കുട്ടീനെ നോക്കുന്നത്, ഇടയ്ക്ക് നമ്മളും വന്ന് കിടന്നു കുട്ടി മൂത്രം ഒഴിച്ച് നനച്ച് കുഴച്ച് അവിടെ വെച്ചിട്ട് കുട്ടീനെ പറയുന്നതിൽ ഒരു കാര്യമില്ല. അത് നമ്മുടെ ശ്രദ്ധക്കുറവ് മൂലം ചില കുട്ടികളുടെ മൂത്രം ഒഴിക്കൽ അങ്ങനെ സംഭവിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ചില കുട്ടികൾ നന്നായിട്ട് കിടന്നുറങ്ങും. ആഴത്തിൽ കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര തൊട്ടാലും എടുത്തുകൊണ്ട് പോയാലൊന്നും അറിയാത്ത രീതിയിൽ നമ്മളും കിടന്നുറങ്ങുക. അതുപോലെ കുഞ്ഞുങ്ങളും ഉറങ്ങുന്നുണ്ട്. ആ ഉറക്കത്തിൽ അവർക്ക് ബ്ലാഡർ നിറഞ്ഞോ മൂത്രം ഒഴിക്കാൻ മുട്ടുന്നോ ഒന്നും അറിയില്ല. അവരറിയാതെ തന്നെ മൂത്രം പോകും. അത് അവരുടെ തെറ്റല്ല, കാരണം അവർ ഭയങ്കര ഉറക്കമാണ്, അവർക്കറിയില്ല. പക്ഷെ ഇത് പോകുന്നു ഒഴിക്കുന്നൊന്നുമില്ല. മൂത്രം ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂത്രം ആ ബ്ലാഡർ നിറഞ്ഞു കഴിയുമ്പോൾ ബ്ലാഡറിന് എന്തായാലും പുറത്ത് അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എടുത്ത് മൂത്രം ഒഴിപ്പിച്ചില്ലെങ്കിൽ അതവിടെ സംഭവിച്ചിരിക്കും. കുഞ്ഞു കിടന്ന് ഭയങ്കര ഉറക്കമായിരിക്കും. തട്ടി ഉണർത്തി മൂത്രം ഒഴിപ്പിക്കുക എന്നുള്ളത് നമുക്കറിയാം. ശരീരത്തിൽ പകലെല്ലാം ഈ കുഞ്ഞ് വെള്ളം കുടിച്ച് നടക്കുന്ന, രാത്രി കിടക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നതാണ്. അങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മൂത്രം ഒഴിക്കുന്ന കിടന്ന് മൂത്രം ഒഴിക്കുന്ന പിള്ളേർ അത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നമ്മളും കൂടെ കുറച്ച് ശ്രദ്ധിച്ചാൽ ഇത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ കുട്ടികളുടെ ശരീരത്തിൽ ഹോർമോൺ കുറവായി കഴിഞ്ഞാലും ഉണ്ടാവും. അത് നമുക്കിപ്പോൾ ഇങ്ങനെ രാത്രി കിടന്ന് മൂത്രം ഒഴിക്കുന്ന കുട്ടികളെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ADH എന്ന് പറഞ്ഞൊരു ഹോർമോണിൻ്റെ കുറവുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത് ഡോക്ടർ അതിനുള്ള ഒരു ഹോർമോൺ നിലനിർത്താൻ വേണ്ടി ഹോർമോണിന് വേണ്ട കാര്യങ്ങളൊക്കെ ഡോക്ടറിൻ്റെ കയ്യിൽ നമുക്ക് കിട്ടും. ഇങ്ങനെയും ചെയ്യാം. പക്ഷെ നമ്മൾ ആരും അത് നോക്കാറുമില്ല. ആ കുട്ടി കിടന്ന് മുള്ളുന്ന കിടക്ക മൊത്തം നനഞ്ഞ്, ബെഡ് മൊത്തം നനഞ്ഞ്, പുതപ്പ് മൊത്തം നനഞ്ഞ് നമ്മൾ ദിവസം എടുത്ത് അലക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും ആ കുട്ടി മൂത്രം ഒഴിക്കുന്ന എന്ത് കാരണത്താലാണ് നമ്മൾ കണ്ടുപിടിക്കാറുമില്ല, ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാറുമില്ല, അത് ശ്രദ്ധിക്കാറുമില്ല. ഇങ്ങനെ അങ്ങ് വിടും. അതല്ല, ഹോർമോൺ കുറവുണ്ടായാലും കുട്ടികൾ മൂത്രം ഒഴിക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമ്മുടെ കുടുംബത്തിൽ അതായത് മാതാപിതാക്കൾക്ക് ആർക്കെങ്കിലും ഈ സ്വഭാവം ചെറുപ്പത്തിലുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് കിട്ടാം. പക്ഷെ ഈ സ്വഭാവമൊക്കെ കഴിഞ്ഞിട്ട് വന്ന മാതാപിതാക്കളായിരിക്കാം ചിലപ്പോൾ ഈ കുട്ടികളെ വഴക്ക് പറയുന്നുണ്ടാവും രാത്രി കിടന്ന് മൂത്രം ഒഴിക്കുന്നതിന്. അങ്ങനെയും രാത്രി കിടന്ന് കുട്ടികൾ മൂത്രം ഒഴിക്കാം. പിന്നെ കുട്ടികൾക്ക് മൂത്രം ഒഴിക്കാൻ ഒരു മാനസിക കാര്യങ്ങളുണ്ട്. സ്കൂളിലെ പ്രശ്നങ്ങൾ, പ്രഷർ, ഭയം, ഇതൊക്കെ വെച്ചിട്ടും കുട്ടികൾ രാത്രി കിടന്ന് മൂത്രം ഒഴിക്കാൻ സാധ്യതയുണ്ട്. മാനസിക സമ്മർദ്ദം മൂലം കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവും. ഒരു കുട്ടിക്ക് വീട്ടിലുള്ള അച്ഛനെ കുട്ടിക്ക് ഭയങ്കര പേടിയാണെങ്കിൽ തീർന്നു, ആ കുട്ടി രാത്രി കിടന്ന് മൂത്രം ഒഴിക്കാൻ മിക്കവാറും സാധ്യതയുണ്ട്. കാരണം അവനുള്ളിൽ ഭയമുണ്ട്. ഭയമുള്ളത് കൊണ്ട് അവൻ ഓട്ടോമാറ്റിക്കലി ഉറക്കത്തിൽ മൂത്രം അറിയാതെ ഒഴിച്ചു പോകും. ഇങ്ങനെ ബെഡിൽ രാത്രി കിടന്നുറങ്ങുന്ന കുട്ടി മൂത്രം ഒഴിക്കുന്ന സ്വഭാവം അവനിൽ കാണപ്പെടാം. നമുക്ക് ഇതൊക്കെ വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാനിവിടെ പറയാം. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു 1-2 മണിക്കൂർ മുമ്പ് ജ്യൂസോ പാലോ വെള്ളം എന്ന് വെച്ച് കൊടുക്കുക. ഉറങ്ങാൻ പോകുന്ന തൊട്ട് മുമ്പ് അവനെ മൂത്രം ഒഴിപ്പിക്കുക. അതുപോലെ തന്നെ അവനെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. രാത്രിയിൽ കിടന്ന് മൂത്രം ഒഴിച്ചു എന്ന് പറഞ്ഞ് അവനെ കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ
ഒന്നും ചെയ്യരുത്. അത് അവന് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. അതിനാൽ നിങ്ങൾ ഈ വക കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കുട്ടിയെ കളിയാക്കുന്നോ അല്ല അടുത്ത വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ ഇവൻ കിടന്നു മുള്ളുന്നവനാണ്, രാത്രിയിൽ കിടന്നു മുള്ളി എന്നുള്ള പേര് ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യവുമില്ല. വീട്ടിൽ കുട്ടിയുടെ മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ, മുതിർന്ന സഹോദരന്മാരുണ്ടെങ്കിൽ അവരെയും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇവന് അറിയാതെ ചെയ്യുന്നതാണ്, ആരോടും പറയാൻ നിൽക്കണ്ട. പിന്നെ അത് അവന് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അവൻ ആ ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവന് ഒരു ആത്മവിശ്വാസം കൊടുക്കണം. മോനെ, നീ കിടന്ന് മുള്ളില്ല, നിനക്ക് മുള്ളാതിരിക്കും, ഇപ്പം മുള്ളി നിന്ന് നാളെ മുള്ളില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവനോട് നമ്മളൊരു ആത്മവിശ്വാസ രീതിയിൽ അവന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. നീ കിടന്ന് മുള്ളൂല, നിനക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ. അതുപോലെ നമ്മളും അവനെ ഹെൽപ്പ് ചെയ്യണം. രാത്രിയിൽ അവനെ മൂത്രം ഒഴിക്കാൻ വിളിക്കുകയും അവനെ കൊണ്ടുപോയി മൂത്രം ഒഴിപ്പിക്കുകയും ചെയ്യുക. എന്നിട്ട് 1-2 പ്രാവശ്യം അവനെ വിളിച്ച് മൂത്രം ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ ഇവൻ കിടന്ന് മുള്ളില്ല. നമ്മളത് ചെയ്യിക്കാത്തത് കൊണ്ടും കൂടിയാണ് ഈ വക കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. അപ്പോൾ നിനക്കങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും, അവനിലൊരു ആത്മവിശ്വാസം അവൻ ഒഴിക്കില്ല എന്നുള്ള രീതി നമ്മൾ വെറുതെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. അവനും തോന്നും അപ്പോൾ ഞാൻ മൂത്രം ഒഴിക്കില്ല എന്ന്. കുറച്ചുകൂടെ വലുതാകുമ്പം അത് ഓട്ടോമാറ്റിക്കലി തന്നെ അത് നിന്നു പോകും. അവർക്ക് തിരിച്ചറിവുണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഭയം, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവനിൽ നിന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് പോകും. പക്ഷെ ഇനി അല്ല, പിന്നീട് വളർന്നു വരും തോറും ഇങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം, ചികിത്സ തേടുകയും വേണം. ഒരിക്കലും മക്കളെ കിടന്ന് മുള്ളി എന്ന പേരിൽ കളിയാക്കുകയോ ശകാരിക്കുകയോ പ്രാകുകയോ വഴക്ക് പറയുകയോ ഒന്നും ചെയ്യരുതേ. കുഞ്ഞുങ്ങൾ അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കി അവരുടെ ഒപ്പം നിന്നിട്ട് അവരുടെ ആ ചീത്ത ശീലം, അത് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഈ ഒരു ശീലത്തെ നമുക്ക് അവൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്ന് അവനെ രാത്രി കിടന്ന് മുള്ളാത്ത ഒരു കുട്ടിയാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്കും കൂടെ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ അവരോട് ഒപ്പം ചേർന്ന് അവൻ്റെ ആ ഭയങ്കര അവന് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ തമാശ രീതിയിൽ ശകാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ അവന് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കിടന്ന് മുള്ളി എന്ന പേര് കേൾക്കുന്ന ഒരു കുട്ടിയുടെ മാനസിക ബുദ്ധിമുട്ട് ചില്ലറയൊന്നുമല്ല. അത് ഫ്യൂച്ചറിലേക്കായാലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു നാണക്കേട് എന്നുള്ള രീതിയിലേക്ക് അവന് ഉൾവലിയുന്ന സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് ആ രീതിയിൽ ഒരിക്കലും കളിയാക്കാതിരിക്കുക. അവന് സപ്പോർട്ട് ചെയ്യുക. അവൻ്റെ ആ ശീലം മാറ്റിയെടുക്കാൻ വേണ്ടി മാതാപിതാക്കൾ അവൻ്റെ ഒപ്പം നിൽക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.